ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇടിച്ചക്ക തോരനാണ്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്നിവിടെ ഈ തോരൻ തയ്യാറാക്കുന്നത്. നമുക്ക് ഈ ഇടിച്ചക്ക തോരൻ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇടിച്ചക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികം മൂത്തു പോകാത്ത ചക്ക നോക്കി എടുക്കണം. ഇനി ഈ ചക്ക നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചക്കയുടെ അരക്കൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഈ ചക്കയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മളിത് തോരൻ വെച്ച് വരുമ്പോഴും ഒരുപാട് കാണും. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ പൂഞ്ഞങ്ങ് കണ്ടിച്ച് കളയണം. ഞങ്ങൾ ചക്കപ്പൂഞ്ഞെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ മുള്ളും കൂടെ ഇതുപോലെ അങ്ങ് ചെത്തിക്കളഞ്ഞെടുക്കണം. ഇതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇത് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേറൊരു പാത്രത്തിൽ വെച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിന്നത് വേവിക്കുന്നില്ല. പകരം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ഇതിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറെടുത്ത് കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് കഴുകിയതിന് ശേഷമേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവൂ. കുറച്ചായിട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് ഇത് അരഞ്ഞു പോകരുത്. ഇതുപോലെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ചതച്ചെടുത്തേക്കുന്നത്. നമ്മളിത് ചതച്ചെടുക്കുമ്പോഴേ ഈ ഒരു കളറിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിക്കോളും. ഈ ഒരു രീതിയിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ചതയാതെ കിടക്കുന്നതാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ഇതിലോട്ടിനി 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം എരിവൊക്കെയുള്ള മുളകാണിത്. 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചക്കയ്ക്ക് ആയതുകൊണ്ട് ജീരകവും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇടിച്ചക്കയ്ക്ക് തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള 1 മുറി തേങ്ങയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് ചതച്ചെടുത്തോണ്ട് വരാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചൂടായ പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നാണ് ഈ തോരന് ടേസ്റ്റ് കൂട്ടുന്നത്. ഉഴുന്നിന് പകരം അരി ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ ഉഴുന്നൊന്ന് ചുവന്ന് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഇതുപോലെ ഒന്ന് ചുവന്ന നിറത്തിലാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഇട്ടതിന് ശേഷം ഇത് 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. അരപ്പ് എല്ലായിടത്തും ആകത്തക്ക വിധം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ചക്കയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ്സിനടുത്ത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച ചക്ക അല്ലാത്തത് കൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കത് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കുറഞ്ഞത് ഒരു 6 മിനിറ്റ് ഒക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടിക്കോളും.
അഥവാ വെന്തില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് സമയം കൂടെ വച്ചു കൊടുത്താൽ മതി. ചക്ക അല്ലാതെ വേവിച്ചെടുക്കുന്നതിനേക്കാളും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ്. ഇടയ്ക്കൊക്കെ ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.